സിനിമയില്ലെങ്കിൽ ചത്തുപോകും, അതിന്റെ പാഷനാണ്. അതിന്റെ പേരിൽ മന്ത്രിസ്ഥാനം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സന്തോഷം എന്നുള്ള രീതിയിൽ സുരേഷ് ഗോപിയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് വന്നിട്ടുണ്ടായിരുന്നു. പല മീഡിയയും ആ സ്റ്റേറ്റ്മെന്റ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിന്റെയൊക്കെ കമന്റ് ബോക്സ് നോക്കിക്കഴിഞ്ഞാൽ കുറെ ആൾക്കാർ കമന്റ് ചെയ്യുന്ന ഒരു രീതിയുണ്ട്. തൃശ്ശൂർക്കാർക്ക് ഇങ്ങനെ വേണം, തൃശ്ശൂർകാർ അനുഭവിക്കട്ടെ എന്നുള്ള രീതിയിലാണ് ഇവര് കമന്റ് ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ ഈ കമന്റ് ചെയ്യുന്നവരുടെ ഉദ്ദേശം എന്താണെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അപ്പൊ നിങ്ങൾക്ക് വേണ്ടത് ഇത്രയും നാട്ടിലുള്ള ഒരു ടിപ്പിക്കൽ രാഷ്ട്രീയക്കാരനെ തന്നെ ഇനിയും ഈ കാലഘട്ടങ്ങളിലും നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് എന്നുള്ളതാണ്. അതായത് ഒരു പഞ്ചായത്ത് മെമ്പറായി കഴിഞ്ഞാൽ പിന്നെ വേറെ പണിക്കൊന്നും പോകാതെ വെള്ളയൊക്കെ ഇട്ട് മെമ്പറായിട്ട് നാട്ടിൽ നടക്കുന്ന ഒരാളെയാണോ നിങ്ങൾ ഇനിയും പ്രതീക്ഷിക്കുന്നത്? അല്ലെന്നുണ്ടെങ്കിൽ ഒരു അധികാര സ്ഥാനത്തിൽ വന്നതിന് ശേഷം കൊച്ചുമകനെ പോലും കോടീശ്വരനാക്കി മാറ്റുന്ന ഒരു പൊളിറ്റിക്കൽ ലീഡറിനെയാണോ നിങ്ങൾ ഈ കാലഘട്ടങ്ങളിലും പ്രതീക്ഷിക്കുന്നത്? അല്ലെങ്കിൽ അധികാരത്തിലേക്ക് വരാൻ വേണ്ടി എന്തും കാണിക്കുന്ന, രാഷ്ട്രീയപരമായി ബാക്കിയുള്ളവരെ വെട്ടിക്കൊല്ലുന്ന, അല്ലെന്നുണ്ടെങ്കിൽ ആക്രമിക്കുന്ന, കാലുവാരുന്ന, പൊളിറ്റിക്കൽ പാർട്ടി മാറി 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 അധികാര സ്ഥാനം നിലനിർത്തുന്ന, മരിക്കുന്നവരെ അധികാരത്തിൽ നിലനിൽക്കാൻ വേണ്ടി എന്തും കാണിക്കുന്ന ഒരാളെയാണോ ഈ കാലഘട്ടങ്ങളിലും നമുക്ക് വേണ്ടതെന്നുള്ളതാണ്. സുരേഷ് ഗോപി പറഞ്ഞത് പ്രോപ്പറായിട്ടുള്ള ആൻസർ അല്ലേ? സുരേഷ് ഗോപി എന്ന് പറഞ്ഞൊരു ആക്ടറാണ്. പുള്ളിക്കാരനെ തൃശ്ശൂരിൽ അവിടുത്തെ ആൾക്കാർ വിജയിപ്പിച്ചു. ഇപ്പം ഭരിക്കുന്ന പാർട്ടിയുടെ ഒരു പ്രതിനിധി ആയതുകൊണ്ട് സുരേഷ് ഗോപി കേന്ദ്ര സഹമന്ത്രിയായി. സുരേഷ് ഗോപി ആദ്യമായിട്ടല്ല ഒരു MP സ്ഥാനത്തേക്ക് വരുന്നത്. ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന MP ആക്കുന്നത് ആദ്യമായിട്ടാണെന്നുണ്ടെങ്കിലും രാജ്യസഭ MP ആയി പ്രവർത്തിച്ചതിന്റെ എക്സ്പീരിയൻസ് സുരേഷ് ഗോപിക്കുണ്ട്. അന്നും സുരേഷ് ഗോപി സിനിമ ചെയ്തിട്ടുണ്ട്. സുരേഷ് ഗോപി MP എന്നുള്ള രീതിയിലുള്ള ശമ്പളം കൈപ്പറ്റിയിട്ടില്ല. സുരേഷ് ഗോപി സ്വന്തം നിലയിൽ തന്നെ അധ്വാനിച്ചാണ് അന്നും ഇന്നും എന്നും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. സുരേഷ് ഗോപിയിൽ നിന്നും തൃശ്ശൂർക്കാർ പ്രതീക്ഷിക്കുന്ന ഒരു ഉറപ്പുണ്ട്: ഒരിക്കലും അഴിമതി കാണിച്ച് സ്വന്തം കുടുംബത്തിലേക്ക് സുരേഷ് ഗോപി കൊണ്ടുപോകില്ല എന്നുള്ളൊരു ഉറപ്പ്. ഒരു കാരണവശാലും കുംഭകോണം നടത്തി ജീവിക്കേണ്ട ഒരു ഗതികേട് സുരേഷ് ഗോപിക്കില്ല. ഇപ്പൊ കേന്ദ്രമന്ത്രി ആയപ്പോൾ തന്നെ സുരേഷ് ഗോപിയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. കേന്ദ്രമന്ത്രി എന്നുള്ള രീതിയിൽ കിട്ടുന്ന സാലറി വേണ്ട എന്നുള്ളതാണ്. സുരേഷ് ഗോപിയുടെ ആവശ്യം എന്ന് പറയുന്നത് കൃത്യമായ ഒരു ആവശ്യമാണ്. ഞാനൊരു നടനാണ്, അതെന്റെ പാഷനാണ്, എനിക്ക് സിനിമയും ചെയ്യണം. മന്ത്രി കസേരയിൽ ഇരുന്ന് രുചി പിടിച്ച് ആ കസേരയിൽ തുടരണം എന്നല്ല സുരേഷ് ഗോപി പറഞ്ഞത്. എനിക്ക് എന്റെ തൊഴിൽ കൂടി ചെയ്യണം എന്നാണ് സുരേഷ് ഗോപി പറഞ്ഞത്. സുരേഷ് ഗോപി MP സ്ഥാനം രാജിവെക്കണമെന്നല്ല പറഞ്ഞത്. മന്ത്രിസ്ഥാനം പോയാലും എനിക്ക് വിഷമമൊന്നുമില്ലെന്നാണ് പറഞ്ഞത്. നമ്മുടെ നാട്ടിൽ ഇന്ന് കാണുന്ന പല മന്ത്രിമാരും MP-മാരും MLA-മാരും ഒക്കെ ഈ സ്ഥാനം പോയാലും കുഴപ്പമില്ല എന്ന് പറയും എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ, ചിന്തിക്കുന്നുണ്ടോ? ഇനി സുരേഷ് ഗോപിയൊക്കെ കളിയാക്കുന്നവർ ആലോചിക്കേണ്ട ഒരു കാര്യം, സുരേഷ് ഗോപിയെ കളിയാക്കാൻ നേരത്ത് നമ്മുടെ നാട്ടിലുള്ള ബാക്കിയുള്ള MP-മാരുടെ അവസ്ഥയും കൂടി നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. ഇവിടെ ഒരു കേന്ദ്രമന്ത്രി എന്നുള്ള രീതിയിൽ സുരേഷ് ഗോപിയെ നമുക്ക് കാണാം. സുരേഷ് ഗോപിയുടെ ഒപ്പം നമ്മൾ തിരഞ്ഞെടുത്ത വേറെ കുറേ MP-മാരുണ്ട്. ഇവരെ പറ്റി എന്തെങ്കിലും അറിവ് നിങ്ങൾക്ക് കേൾക്കാനുണ്ടോ? ഏതെങ്കിലും തരത്തിലുള്ള വാർത്തകൾ നിങ്ങൾ കേൾക്കുന്നുണ്ടോ? രാജ്യസഭയിൽ കേരളത്തിൽ നിന്നും കുറേ ആൾക്കാർ പോയിട്ടുണ്ട്. നമ്മൾ കേരള നിയമസഭയിൽ നിന്നുമൊക്കെ ജയിച്ചിട്ട് ഇതിൽ എത്ര പേരെ നിങ്ങൾക്കറിയാം? ചിന്തിച്ചു നോക്കിയത് ഇവരെ എത്ര പേരെ നിങ്ങൾക്കറിയാം? ഇതിൽ തന്നെ ബിസിനസ്സുകാരും ഒക്കെ ഉണ്ട്. ഇവരിൽ എത്ര പേരെ നിങ്ങൾക്കറിയാം? അപ്പം ഒരാൾ അയാളുടെ തൊഴിൽ ചെയ്ത് ജീവിക്കണം എന്നാഗ്രഹിക്കുമ്പോൾ അത് അധികാരത്തിന്റെ എല്ലാ രുചിയും അറിഞ്ഞതിന് ശേഷവും അത് വേണ്ട, എനിക്ക് എൻ്റെ തൊഴിൽ ചെയ്യാനുള്ള സാഹചര്യം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ മന്ത്രിസ്ഥാനം പോയാലും കുഴപ്പമില്ലെന്ന് തൃശ്ശൂരിൽ ഒരു MP പറയുകയാണെന്നുണ്ടെങ്കിൽ അവർ തിരഞ്ഞെടുത്തത് കൃത്യമായൊരു ചോയ്സിനെ തന്നെയല്ലേ. പിന്നെ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഞാൻ കണ്ട വേറൊരു കലാപരിപാടി നടന്നപ്പോൾ ഈ തൃശ്ശൂരിൽ നിന്നും സുരേഷ് ഗോപി 2 മാസം മുമ്പാണ് ജയിക്കുന്നത്. അപ്പോൾ തൃശ്ശൂരിൽ നിന്നും ജയിച്ചതിന് ശേഷം കേന്ദ്രമന്ത്രിയാവും സുരേഷ് ഗോപി. സുരേഷ് ഗോപിയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് വന്നു, ഇവിടെ നമ്മുടെ നാട്ടിലേക്ക് എയിംസ് കൊണ്ടുവരുന്നതാണ് സുരേഷ് ഗോപി പറഞ്ഞത്. ഈ സ്റ്റേറ്റ്മെന്റ് വന്നിട്ട് 2 മാസം ഇപ്പോൾ ആവുന്നുള്ളൂ. അതിനുള്ളിൽ തന്നെ എവിടെ എയിംസ് എന്നുള്ള രീതിയിൽ നമ്മുടെ നാട്ടിലുള്ള പല പാർട്ടിയിലെ MP-മാരൊക്കെ ഈ പാർലമെന്റിന് മുമ്പിൽ നിന്നൊക്കെ ചോദിക്കുന്നതാണ്. ഇവരിൽ പലരും നമ്മുടെ നാട്ടിൽ ഇതിനു മുമ്പ് മന്ത്രിമാരായിട്ടിരുന്നതാണ്, കേന്ദ്രമന്ത്രിമാരായിട്ടിരുന്നവൾ. 7 or 8 കേന്ദ്രമന്ത്രിമാർ കേരളത്തിൽ ഉണ്ടായിട്ട് ഒരു എയിംസ് കൊണ്ടുവരാൻ പറ്റാത്ത ആൾക്കാരാണ് 2 മാസം കൊണ്ട് സുരേഷ് ഗോപി എയിംസ് കൊണ്ടുവരണം എന്നൊക്കെ പറയുന്നത്. ഇനി സുരേഷ് ഗോപി ആക്ടറായിട്ടും സുരേഷ് ഗോപി രാജ്യസഭാ മെമ്പറായിട്ടും ഇരുന്നിട്ടുണ്ട്. സുരേഷ് ഗോപി നടപ്പിലാക്കിയ പദ്ധതികൾ കേരളം മുഴുവൻ നമുക്ക് നടന്നാൽ കാണാൻ പറ്റുന്നതാണ്. അത് ഓൺലൈനിൽ അവൈലബിൾ ആയിട്ടുള്ളതാണ്. ജസ്റ്റ് നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കി കാണാൻ പറ്റും. അപ്പം ബാക്കി ഒരാൾ ചെയ്യുന്നതിൽ കൂടുതൽ ഒരു MP സ്ഥാനത്തിൽ നിന്ന് സുരേഷ് ഗോപി ചെയ്തതായിട്ട് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ബാക്കി ഉള്ള ഒരാൾ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ഒരു നടനായി ജോലി ചെയ്തുകൊണ്ട് അതിൽ നിന്ന് വരുമാനം ഉണ്ടാക്കിക്കൊണ്ട് MP സ്ഥാനവും കൂടെ വഹിച്ച് സുരേഷ് ഗോപി ചെയ്തിട്ടുണ്ട്. അധികാരം നേടാനും അധികാരം നിലനിർത്താനും ആരെ കൊല്ലാനും ആരെ എന്തും ചെയ്യാനും ആരുടെ കാല് വാരാനും ഏത് തരത്തിലുള്ള കുംഭകോണം നടത്തുന്ന ആൾക്കാർക്കിടയിൽ സുരേഷ് ഗോപിയുടെ സ്റ്റേറ്റ്മെന്റ് വേറിട്ടതാണ്. പിന്നെ തൃശ്ശൂർക്കാർക്ക് ഇതിൽ കൂടുതലൊന്നും വരാനില്ല എന്ന് പറയുന്നവർ ആലോചിക്കേണ്ട ഒരു കാര്യം, സുരേഷ് ഗോപിക്ക് പകരം ബാക്കി 2 പേരിൽ ഒരാളെ തിരഞ്ഞെടുത്താലും അവിടെ പ്രതിപക്ഷത്തിരിക്കത്തേ ഉള്ളൂ. ഭരണപക്ഷത്തിരിക്കുന്ന ഒരാൾ ഈ നാട്ടിൽ കൊണ്ടുവരാൻ പറ്റുന്ന പ്രോജക്റ്റുകളൊന്നും എന്തായാലും പ്രതിപക്ഷത്തിരിക്കുന്ന ഒരു MP-ക്ക് നടപ്പിലാക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ബാക്കി 19 ലോക്സഭാ മണ്ഡലവും അല്ലെങ്കിൽ
ഈ രാജ്യസഭാ മെമ്പർമാരുടെ ലിസ്റ്റ് ഒന്ന് എടുത്തു നോക്കിയിട്ട് സുരേഷ് ഗോപിയെ നിങ്ങളൊന്ന് ആ ത്രാസിൽ വെച്ചൊന്ന് തൂക്കി നോക്കിയാൽ കാര്യം മനസ്സിലാവുന്നുള്ളൂ. സിമ്പിളാണ് കാര്യം. ആദ്യമായിട്ട് പേജ് കാണുന്ന ഫോളോ